വഞ്ചൂർ ബാബു കൂടി എന്നോടൊപ്പം ചേരുന്നു. ഈ തുടർന്ന് എങ്ങനെയായിരിക്കും, അതായത് ഇതൊരു സമാധാനകരമായ അന്തരീക്ഷത്തിൽ ഇനി ഒരു കൗൺസിൽ യോഗം സാധ്യമാണോ എന്ന് അറിയില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് സാഹചര്യം. സമാധാനപരമായ ഒരു കൗൺസിൽ നടത്താൻ കഴിയാത്ത തരത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. കാപ്പ കേസിൽ 3 പ്രാവശ്യം കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ളവരാണ്. അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അയാൾ 19ഓളം ക്രിമിനൽ കേസുകളുണ്ട്. അത് സ്വാഭാവികമായി ചിലർക്കെല്ലാം കേസുകളൊക്കെ വരും. അയാൾക്ക് 19 കേസുണ്ട്. കാപ്പ കേസിൽ പ്രതിയാണ്, അകത്താണ്. യഥാർത്ഥം പറഞ്ഞാൽ ഒരു നല്ല രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അയാളെ തള്ളി പറയുക, അയാളെ തെറ്റുതിരുത്തി അല്ലെങ്കിൽ കോടതി അയാളെ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് തിരിച്ച് BJP പ്രവർത്തിക്കാം, അല്ലെങ്കിൽ പ്രവർത്തിക്കാം. പക്ഷേ ഇവർ തള്ളി പറയുക എന്നുള്ളതാണ് ഒരു മര്യാദയായിട്ടുള്ള കാര്യം. അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഇവിടെ പ്രതിഷേധങ്ങൾ ഉയരും. ആ പ്രതിഷേധം ഉയർന്ന ഞങ്ങളെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതിൽ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്. ഇന്നിപ്പോൾ ഇന്ന് ആ പരിക്ക് പറ്റിയ കൗൺസിലർമാരെ ഇതിൽ ട്രോളിയിൽ ഇരുത്തി അങ്ങ് വെളിയിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇതിനകത്ത് ഞങ്ങൾ അവിടെ നിന്നാണ് അറിഞ്ഞത് ഇതിനകത്ത് ഭയങ്കരമായ സംഭവങ്ങൾ നടക്കുന്നു. ആ ശബരിനാഥ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അയാളങ്ങനെ ഒരു അടുപ്പിച്ച് മുഖം മുറിഞ്ഞ് വർത്തമാനം പറയുന്ന ഒരാളല്ല. ഞാൻ രാഷ്ട്രീയമായ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും അയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, അയാളെ വയറിനെ കടന്നു പിടിച്ചു, ഒരു ഇതുമില്ലാതെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം അവർ ചെയ്ത അക്രമ പ്രവർത്തനങ്ങൾ ഭയങ്കര ഭീകരമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞ്. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ UDFൻ്റെ കൗൺസിലർമാർ ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഭീകരമായ അന്തരീക്ഷമാണ്. ഇതിനെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ തള്ളി പറയണമെന്ന് പറഞ്ഞു സുഗതനെ. അങ്ങനെ സുഗതനെ തള്ളി പറഞ്ഞാൽ കേവലം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ്. അല്ല, ന്യൂനപക്ഷം അല്ല. ഇതിപ്പം BJPക്ക് അധികാരം കിട്ടി, നമുക്ക് സുഗതനെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് കയറി അധികാരം കൈയടക്കാൻ അങ്ങനെ യാതൊരു ചിന്തയേ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് നഗരസഭ പോവുക, അവർക്ക് ജനവിധി അവർക്ക് അനുകൂലമാണ്, ആ ജനവിധി അനുസരിച്ച് പോവുക, അത്രയേ ഉള്ളൂ. അതിൽ അവരെ ഒരാളിനെ മാറ്റിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം കുറയും, അപ്പോൾ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കൈയാളാം. അങ്ങനെ ഒരു ചിന്തയെ ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഒരു സംശയം കൂടി, അതായത് ഇന്ന് UDF ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ വന്നതാണ്. നിങ്ങൾ അതിനെ സാങ്കേതികമായി പിന്തുണ നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും അവിടെ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ അവിശ്വാസ പ്രമേയത്തെ നിങ്ങൾ കൂടി പിന്തുണച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനുള്ള രാഷ്ട്രീയമായിട്ടുള്ള മറ്റു തരത്തിലുള്ള അനുകൂലമായ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ അപ്പം ആലോചിക്കും. ഞങ്ങൾ പൂർണ്ണമായി ആത്യന്തികമായി എല്ലാം ഇതാണ് അവസാനത്തെ വാക്കെന്നുള്ളതല്ല. ചില സാഹചര്യങ്ങളിൽ വർഗീയതയും ഭീകരവാഴ്ചയും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചിലത് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ അങ്ങനെ പാർട്ടി ആലോചിച്ചിട്ട് അങ്ങനെ തീരുമാനിക്കും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചെന്ന് വരും. വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇല്ല, ഒരിക്കലുമില്ല. ഇതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഞങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസത്തൊക്കെ കൗൺസിൽ കൂടുമ്പോൾ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ പല സംഭാഷണങ്ങളും അവരുടെ പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിലാണ്. അങ്ങനെയുള്ള ഒരാളിനെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കാനും നമുക്ക് കഴിയുന്നതല്ല. അവർ ശക്തമായി ഇതിനെ നേരിടുകയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ അപ്പോൾ ഞങ്ങൾ ആലോചിക്കും. അതായത് ഈ മേയറായി ഉയർത്തി കാണിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്ക് ഒരു കൃത്യമായ ഒരു മതേതരത്വ മുഖമുണ്ടെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അങ്ങനെ. അല്ല, മേയറാകുന്നതിന് അതിവിടെ വിഷയമല്ല. ആര് മേയറാകുമെന്നോ ആർക്ക് ഭരണം കിട്ടുമെന്നുള്ളതല്ല ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം. ഇവിടെ ഭരണം കിട്ടി. ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ 10 വർഷം ഭരിച്ചിരുന്ന ബഹുമാന്യനായ പിണറായി വിജയൻ. അവിടെ ഭരണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വേലകളൊന്നും അല്ല നടത്തുന്നത്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലാണ്. ഞങ്ങൾക്ക് ഭരണം ഇല്ലെങ്കിലും കുറേ ദീർഘകാലം ഭരണം ഇല്ലായിരുന്നവരാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലാണ്, ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ തന്നെ. അതിന് ഭരണം തന്നെ വേണമെന്നില്ല. ഭരണം ഞങ്ങളുടെ ഇടയ്ക്കുള്ള പല സമരങ്ങൾ പോലെയുള്ള ഒരു ഇത് മാത്രമായേ നമ്മളിതിനെ കാണുന്നുള്ളൂ. നമുക്ക് അധികാരം കിട്ടിയാൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. തുടർ നീക്കം എങ്ങനെയായിരിക്കും? തുടർ നീക്കം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക തന്നെയാണ്. ഇയാളെ നീക്കം ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. ഈ സത്യപ്രതിജ്ഞ ഭരണഘടനാ ലംഘനം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടില്ല, അവർക്ക് മനസ്സിലായില്ല. പക്ഷേ കോടതിക്ക് പറയേണ്ടതായിട്ട് വന്നു. കോടതിക്ക് പറയുമ്പോൾ പിന്നെ അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്തല്ലേ ഒക്കെ ഉള്ളൂ. ആ സത്യപ്രതിജ്ഞ ഞങ്ങളെ ഇവിടെയുള്ള എല്ലാ കൗൺസിലർമാരെ അറിയിച്ചിട്ട് ചെയ്യാത്തത്. ഇവർ രഹസ്യമായി അവിടുന്ന് കോടതി വിധി വന്നതിൻ്റെ അന്ന് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുകയാണ്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസവും അന്ന് വൈകുന്നേരമുള്ള ചാനലിലൂടെയാണ് ഞങ്ങളിതെല്ലാം കണ്ടത്. നിങ്ങളുടെ ചാനലടക്കം ഉള്ളതിലാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ സത്യപ്രതിജ്ഞ നടക്കുന്നു. ആരൊക്കെ ചെയ്തു ആരൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. സുഗതനെതിരെയുള്ള പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരും. ചുരുക്കി പറഞ്ഞു സംശയമേ വേണ്ട. സുഗതനെതിരെയുള്ള സമരവും ഇവരുടെ ഇതും നിയമപരമായി ഞങ്ങൾ നീങ്ങുകയാണ്. ചോദിക്കുന്നേ, അങ്ങനെയാണെങ്കിൽ സുഗതനെ പുനഃസത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ജനാധിപത്യപരമായ അവരുടെ അവകാശമാണ്. സുഗതനെ അതിനുവേണ്ടിയുള്ള അങ്ങനെ നിയമപരമായി സുഗതനെ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. കോടതി അങ്ങനെ ഒരു ഗൂണ്ടാ കേസിൽ
ഒരു കാപ്പ കേസിലെ പ്രതി വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കേസിലെ പ്രതിയാണെങ്കിൽ ആരെങ്കിലും ആ തരത്തിലുള്ള ഒരു കേസിലെ പ്രതിയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വന്നാൽ അതിനുള്ള അനുവാദം കൊടുക്കണം. അങ്ങനെയുള്ളവരെല്ലാം മത്സരരംഗത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കാപ്പ കേസിലെ പ്രതി വെളിയിലിറക്കാൻ കൊള്ളൂല. ഇയാളെ വെളിയിലിറക്കാൻ കൊള്ളൂല. ഇയാള് പ്രത്യേകം ഇവിടെ നാട് കടത്തി ഈ നാട്ടിലേ നിൽക്കാൻ കൊള്ളൂല എന്നിരിക്കുന്ന ആളിനെ സത്യപ്രതിജ്ഞ ഞാൻ അവിടെ കൊണ്ടുവരുമോ? അങ്ങനെ ഒരു കോടതി വിധിക്കുമോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു കൗൺസിലറാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകും. ബുലാൻ ദേവിയെ തെരഞ്ഞെടുത്തില്ലേ? ബുലാൻ ദേവിയെ തെരഞ്ഞെടുത്തില്ലേ? ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരിയെ തെരഞ്ഞെടുത്തില്ലേ? അത് തെരഞ്ഞെടുക്കുന്നതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അത് ഓരോ കാലഘട്ടത്തിലും ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആ എളുപ്പത്തിന് കുറേ പിന്നെ സഹായങ്ങൾ മാധ്യമങ്ങൾക്കും അതിൽ പങ്കുണ്ട്. മാധ്യമങ്ങൾ രണ്ട് വള്ളത്തിൽ ചവിട്ടി നിൽക്കാതെ അതിനും ജനാധിപത്യപരമായി പെരുമാറാൻ മാധ്യമങ്ങളും കൂടി. ഞാൻ ഉപദേശിക്കുകയല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളെല്ലാ ചാനലുകളും നമ്മൾ കാണുന്നവരാണ്. കാണുമ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങളെ നമുക്ക് നല്ലതിനെ നല്ലതെന്നും ചീത്തയെന്നും പറയാതിരിക്കാൻ പ്രതിഷേധിക്കുമെന്ന് ഉറപ്പാണ്. സംശയമില്ല, പ്രതിഷേധം ഉറപ്പായത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. അതായത് സുഗതനെ പുനഃസത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കോടതിയുടെ ഇളവ് തേടി അവിടെ നിന്ന് അനുകൂല തീരുമാനമുണ്ടായി നഗരസഭയിലേക്ക് എത്തിച്ചാൽ അവിടെ സുഗമമായി ആ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയാണ് LDF കൗൺസിലർമാർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അത്യന്തം നാടകീയമായ അല്ലെങ്കിൽ സംഘർഷഭരിതമായ ഈ സാഹചര്യം അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും ഇനി ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. ഈ നിയമസഭയിൽ മാത്രമാണ് ഇത്തരം സംഘർഷങ്ങളും അതിനോടനുബന്ധിച്ച് ഇത്തരം സംഭവങ്ങളുമൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുതന്നെയാണ് നിലവിൽ ഈ പ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമാക്കിയിരിക്കുന്നതും. എന്നോടൊപ്പം നഗരസഭയിലെ LDFന്റെ കക്ഷി നേതാവ് കൂടിയ SP ദീപക് കൂടെ ചേരുന്നു. എങ്ങനെയായിരിക്കും ഇനി തുടർന്നങ്ങോട്ടുള്ള ഒരു പ്രതിഷേധങ്ങൾ? തുടർന്ന് 25-ാം തീയതി ഞങ്ങളെ അടിച്ച് പരിക്കേൽപ്പിച്ച് തലപൊട്ടി ആശുപത്രിയിലായി 3 പേർ ഇന്ന് വന്നത് നിങ്ങൾ കണ്ടതാണ്. ഇന്നിപ്പോൾ യാതൊരു കാരണവും കൂടാതെ ഇവിടെ പിന്നെ ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിച്ച് 700 അജണ്ടകൾ 1 മിനിറ്റ് ചർച്ച ചെയ്താലും 12 മണിക്കൂർ എടുക്കും. അങ്ങനെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ചർച്ചയൊന്നുമില്ല. അവരുടെ കഴിഞ്ഞ 6 മാസം കൊണ്ട് അവരുടെ ഒരു പിന്നെ രീതി എന്ന് പറയുന്നത് കൗൺസിൽ കറക്റ്റായിട്ട് കൂടി അജണ്ടകൾ ചർച്ച ചെയ്യില്ല. നീറുന്ന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഇവിടെ അഡ്രസ്സ് ചെയ്യില്ല. പകരം ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് പാസ്സാക്കി പോകുന്നതാണ് ഇവരുടെ രീതി. മിനിറ്റ്സ് തരില്ല. ഈ പറയുന്നത് പോലെ അറ്റൻഡൻസ് ബുക്ക് കറക്റ്റായിട്ട് തരില്ല. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇവർ ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. 25-ാം തീയതി ഞങ്ങൾക്ക് നേരെ ആക്രമിച്ചെങ്കിൽ ഇന്ന് ഒരു കാരണവും കൂടാതെ മുഴുവൻ മാധ്യമങ്ങളും കൂടി നിൽക്കുമ്പോൾ അവർ RSSന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ. സംശയം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നെങ്കിൽ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.